ഈ വീട്ടിലെ ജോലികള് നിങ്ങൾ ഒരുമിച്ച് ചെയ്യണ്ട. ഇനി തൊട്ട് ലിസ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യേണ്ടതുള്ളൂ. പെൺകുട്ടികള് കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് വേണം അടുക്കളയെ കയറാൻ. മുത്തശ്ശി എന്റെ സംശയം, ആൺകുട്ടികൾ കുളിക്കാണ്ട് അടുക്കളയിൽ കയറാമോ? എന്റെ വേറൊരു സംശയമാണ്, ഈ സിസിലിയടത്തേക്ക് അവിടെ എന്താ പണി? പൂജ ചെയ്യാൻ എത്ര മണിക്ക് എഴുന്നേൽക്കണം അമൃത? 5 മണിക്ക്. ഇതെന്താ അമൃതയാണ് ഈ വീട്ടിലെ മേൽശാന്തി, പൂജ ചെയ്യാൻ രാവിലെ തന്നെ? വർഷ, പോയി താളിച്ച മോരുണ്ടാക്കി വെക്ക്. താളിച്ച മോരോ? താളിച്ച മോരാ? അതെന്ത് സാധനം? അത് ഉണ്ടാക്കാൻ അറിയില്ലേ? അതൊക്കെ അറിയാം. വർഷത്തിലേക്ക് താളിച്ച മോരല്ലേ? എനിക്കറിയാം. മോര് തിളപ്പിച്ച് പത വന്ന് കഴിയുമ്പോഴാണോ പഞ്ചസാരയും കായോ ഇടേണ്ടത്? പൊന്നു വർഷേ, ഫോൺ വിളിക്കാണ്ട് യൂട്യൂബിൽ നോക്ക്. നിന്നോട് താളിച്ച മോരുണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ട്. ഇറ്റ്സ് നോട്ട് താളിച്ച മോര്, ഇറ്റ്സ് താളിച്ച മോര്. താളിച്ച മോരുണ്ടാക്കാനുള്ള ചേരുവകൾ എടുത്തു തന്നാ നീ ഉണ്ടാക്കും. കറിവേപ്പില, പിന്നെ ജീരകം. ഉമ്മർലാദേവി, ഒന്ന് എറിഞ്ഞു നോക്കാം. ശർക്കര? ശർക്കര. പക്ഷെ ശർക്കര ഞാൻ മറന്നിരിക്കായിരുന്നു. ഉമ്മർലാബിയിലേക്ക് നിനക്ക് താളിച്ച മോരുണ്ടാക്കാൻ അറിയാന്ന് എനിക്ക് മനസ്സിലായി. കൽക്കണ്ടം, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഉപ്പ്, കടുക്, 2 കഷ്ണം കാഞ്ഞിരക്കുരു. അല്ലെ? ശരിയാ. മതി മതി മതി. എന്റെ പൊന്നു ദൈവമേ, ഈ സാധനമൊക്കെ കൂടി മോരിലിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. മോരില് ശർക്കര സൂപ്പർ ആവും. എല്ലാം കഴിഞ്ഞ ശേഷം വർഷാവും ഞാൻ ഉണ്ടാക്കിയ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്റെ കൈപ്പുണ്യം എനിക്ക് അറിയണല്ലോ. എന്തുവാണ് ഇത്? ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? എന്താ കെയറിങ്. ഇഷ്ടമുള്ളത് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താളിച്ച മോരാണോ? എന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ നിനക്ക്? അമ്മയ്ക്ക് അറിയായിരിക്കും. കറക്റ്റാ. അവനെ എങ്ങനെ വിളിക്കണോന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അർജുന്റെ രാജാവാണ്, അവൻ ഇങ്ങനെ വിളിച്ചാൽ അവൻ കേക്കും. കമ്പനി കാര്യത്തിനിടയില് സ്വന്തം ആരോഗ്യം കൂടി നോക്കണ്ടേ? അമൃത ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവളെടുത്ത് തോട്ടിലേക്ക് അറിയാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് നിന്നെ വിളിക്കാൻ അമൃത അയക്കാം. അർജുൻ ബിലേക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ അവളെ വിടോ? എന്നാ ഞാൻ 9 മിനിറ്റ് ആകുമ്പോഴേക്കും അവിടെ എത്തിക്കോളാം. കമ്പനി കാര്യത്തിനിടയിൽ സ്വന്തം ആരോഗ്യം കൂടി നോക്കണ്ടേ? ശരിയൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ടാ. നീ അമ്മയെ പരിഹസിക്കാണല്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കാണ്? അമൃത ബിലേക്ക് അമ്മ പറഞ്ഞ ഞാനും പറഞ്ഞ ഡയലോഗൊന്നും തെറ്റിയില്ല. പിന്നെ ഇവരെന്തിനാ എന്നെ ചാടി കടിക്കണേ? താളിച്ച മോര് അവള് നന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഇന്ന് ഈ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യും. ശരിക്കും ഈശ്വര, വർഷം എങ്ങനെയെങ്കിലും അതൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വരണേ. പണിയെടുക്കണതൊന്നും കാണാനാ. പിന്നോട്ട് സഞ്ചരിക്കാൻ ഞാൻ മറന്നു പോയിരിക്കുന്നു. സന്തോഷ് ബ്രഹ്മി കഴിക്കണത് നല്ലതായിരിക്കട്ടാ. താളിച്ച മോരുണ്ടാക്കി മുന്നിൽ വെച്ച് കൊടുത്തിട്ട് ഊർമിളാ ദേവിയെ കൊണ്ട് വീട്ടിലെ സകല ജോലി ഞാൻ ചെയ്യിക്കും. ആരെങ്കിലും വരുന്നോ നോക്കണേ. അതൊക്കെ നോക്കിക്കോളാം. അങ്ങനെ വർഷ അമൃതേനെ സോപ്പിട്ട് താളിച്ച മോരുണ്ടാക്കി കഴിഞ്ഞ ശേഷം എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഗംഭീര ഉർമിള ചമ്മി നന്നായിട്ടുണ്ട്. എന്താ സമ്മതിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? അത് അമൃത ഉണ്ടാക്കി തന്നെയാ. ടേസ്റ്റ് ഉണ്ടെന്ന് സമ്മതിക്ക്. വർഷ താളിച്ച മോരുണ്ടാക്കിയാൽ ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ തോൽവി സമ്മതിച്ച ഉമ്മർലാദേവി ഉണ്ടല്ലോ, പാത്രം കഴുകാൻ പോകും. പാത്രം കഴുകാൻ പോയി നിൽക്കണ ഉമ്മർലാദേവി നോക്കുമ്പോ വർഷം ഉണ്ടാക്കിയാണ് മറ്റേ മോര് അവിടെ ഇരിക്കുന്നത്. ഉമ്മർലാദേവി ഇത് മോരൊന്ന് ടേസ്റ്റ് ചെയ്തോടെ. ഈശ്വര, എന്റെ വയറ് വരെ അടിച്ചേ. എക്സ്പ്രഷൻ. അപ്പോ ഞങ്ങൾ കഴിച്ച മോര് ആരുണ്ടാക്കിയതാ? എന്റെ പൊന്നു ഉമ്മർലാദേവി, വേറെ ആരാ? അമൃത. വർഷയ്ക്ക് താളിച്ച മോരുണ്ടാക്കാൻ അറിയില്ലാന്ന് മധുമതിയോട് ഞാൻ പന്തയം വെച്ചു. അവൾക്ക് മോരുണ്ടാക്കി കൊടുത്ത് നീ എന്നെ വേലക്കാരിയാക്കിയല്ലേ? എന്താലേ, ഒരു താളിച്ച മോരും വീട്ടു ജോലി എടുത്തെറിയണം അമൃതനെ. ഇതെന്താ വല്ല വേസ്റ്റ് കവറാണോ എടുത്തെറിയാൻ? അങ്ങനെ ദേശായി ബംഗ്ലാവിലെ എല്ലാ ജോലിയും നമ്മുടെ ഉമ്മർലാദേവി അങ്ങോട്ട് ചെയ്യും. തുണി അലക്കണ രമണൻ അല്ല ഉമ്മർലാദേവി. നിനക്ക് എന്താ വേണ്ടെന്ന്? എന്റെ സംശയം എന്ന് വെച്ചാൽ ഇത്ര വലിയ വീടാ, വലിയ ഫാക്ടറി, വലിയ ഓഫീസൊക്കെ ഉണ്ട്. ഇവർക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചോടേ. ഞാൻ സഹായിക്കട്ടെ അമ്മേ? പട്ട് സാരി എടുത്ത് സ്വർണ്ണമാല ഇട്ട് മേക്കപ്പ് ഇട്ടുകൊണ്ട് തുണി അലക്കണ ചേച്ചിനെ ഞാൻ ആദ്യമായിട്ട് കാണാം. എനിക്ക് കിട്ടാതെ പോയ അമ്മയുടെ സ്നേഹം ഞാനൊന്ന് അനുഭവിച്ചോട്ടെ. എന്നൊന്ന് വെറുതെ വിട്ടേക്ക്. വർഷാവിലേക്ക് ഇവർക്ക് ഭ്രാന്തായ. അമൃത, അമൃത. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് രാത്രിയായി കഴിയുമ്പോ ഉമ്മർലാദേവി അമൃതേനെ വിളിക്കും. അമൃത, അമൃതേ, അമൃതോ, അമൃതോ. അമൃത ഇതൊന്നും കേൾക്കാതെ അയാൾ പടം വരയ്ക്കുകയാണ് ഗൈസ്. പൊളിസാനം. ഞാൻ പറയുന്നത് അമ്മ കേൾക്കുന്നുണ്ടോ? എന്നാലും എന്തൊരു കണ്ണീരാണ് ഇത്. അമ്മേ മാപ്പ്. കേരളത്തിന്റെ ഇന്ത്യയുടെയാ.
എന്തായാലും വെറൈറ്റി ഉണ്ട്. നിനക്ക് മാത്രമേ വിഷമമുള്ളൂ. അമൃതയുടെ മൈൻഡ് വോയിസ്. എന്റെ പൊന്നു ഉമ്മർല ദേവി, എന്നോട് ഡയലോഗ് അടിക്കാണ്ട് പടം വരച്ചത് നോക്ക്. ഞാൻ കഷ്ടപ്പെട്ട് വരച്ചല്ലേ. അങ്ങോട്ട് നടക്കുന്ന ഉമ്മർല ദേവി തിരിച്ചു ദേഷ്യം പോയി. ഇത് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ആണല്ലോ. എന്റെ മനസ്സിലെ അമ്മ ഇങ്ങനെയാ. പക്ഷെ എന്റെ മനസ്സിൽ അമൃത ഇങ്ങനെയല്ല, ഫുൾ ടൈം കരഞ്ഞോണ്ടിരിക്കണേ. നിന്നെ സ്നേഹിക്കുന്നു പറയുന്നവര് നിന്നെ ചൂഷണം ചെയ്യാണെന്ന്. ആ അത് തന്നെ നിങ്ങളും ചെയ്തോണ്ടിരിക്കണ ഉമ്മർല ദേവി. നിന്റെ ജീവിതം നിനക്ക് മാത്രം ഉള്ളതാണ്. ഉപദേശം മൂക്കും കൂടി ഒരുമിച്ച് വേണ്ടട്ടാ. താളിച്ച മോരുണ്ടാക്കിയില്ലെങ്കിൽ ചേച്ചിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. അത് കഴിഞ്ഞ് അമൃത സത്യം പറയും. എല്ലാവർക്കും മനസ്സിലാവും താളിച്ച മോരുണ്ടാക്കിയത് നമ്മുടെ അമൃതയാണ്, വർഷയല്ലാന്ന്. ഇളമ്മേ, എനിക്ക് മാപ്പ് തരണം. മാപ്പാണോ? മോളിലെ പടത്തും ഇരിക്കണ്ട് അമ്മേ മാപ്പ്. അത് മതിയാ. പ്രഷർ കുക്കറിന്റെ വെയിറ്റ് എടുത്ത് മാറ്റി ആ സ്ഥാനത്ത് ഈ വെയിറ്റ് വെക്കണം. നെക്സ്റ്റ് ഡേ നമ്മുടെ സ്വാമി വർഷയ്ക്ക് ഒരു കുക്കറിന്റെ വിസിൽ കൊണ്ടേ കൊടുക്കും. ഈ വീട്ടിലൊരു അപകട സാധ്യത. അറ്റ് ദ സെയിം ടൈം പുള്ളി വീട്ടിൽ വന്നിട്ട് പറയും ഈ വീട്ടിൽ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഒരു പൂജ വേണമെന്ന് പറയും. നിവേദ്യത്തിനായി കടലപ്പായസം ഉണ്ടാക്കണം. അപ്പൊ ഉമ്മർലാദേവി അമൃതേനോട് പറയും നീ പോയി കടലപ്പായസം ഉണ്ടാക്ക്. കരിങ്കാളിക്ക് മുന്നിൽ പൂജ നടത്തുമ്പോ നിന്നെ കൊണ്ട് ഉണ്ടാക്കിക്കാം. വർഷയ്ക്ക് പിന്നെയും ഇൻസൾട്ട്. നിന്നോട് അമൃതയുടെ അടുത്തേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താ അയിത്താണോ? കലിതുള്ളി വരുന്ന ഭദ്രകാളി പൂജ ദേ അടുക്കളയില്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വർഷ പോയിട്ട് കുക്കറിന്റെ വിസിൽ മാറ്റും. എനിക്ക് തോന്നണെങ്കിൽ ഒരു 3-4 എപ്പിസോഡ് കുക്കർ പൊട്ടിത്തെറിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് വലിപ്പിക്കും. അമൃത പോണ്ട, എന്നാ ഞാൻ പോയി നോക്കാം. അങ്ങനെ കുക്കർ നോക്കാൻ വേണ്ടിട്ട് ഉമ്മർലാദേവി അടുക്കളയിലേക്ക്. അപ്പൊ ഒരു ശബ്ദം, കുക്കർ പൊട്ടിത്തെറിക്കുന്നു, ഉമ്മർലാദേവി മരിച്ചില്ലേ? എല്ലാവരും ഓടുന്നു അടുക്കളയിലേക്ക്. അയ്യോ കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് ഉമ്മർലാദേവിനെ കാണാനില്ലേ? എടാ നീയൊക്കെ മണ്ടനാണോ? അവിടെ കുക്കർ മാത്രമല്ലേ ഉള്ളു, വേറെ വഴിയൊന്നും ഇല്ലല്ലോ. കണ്ടറിഞ്ഞൂടെ അമ്മ അവിടെ ഇല്ലാന്ന്. ഹലോ, ഉമ്മർലാദേവിക്ക് കറക്റ്റ് സമയത്ത് ഒരു കോള് വന്നത് കൊണ്ട് ഉമ്മർലാദേവി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പട്ടായനെ. പിന്നെ എല്ലാവരും പൂജ ചെയ്യാൻ പോകുമ്പോ അർജുൻ കലിപ്പും. ഇതെങ്ങനെ സംഭവിച്ചു? കുക്കർ പൊട്ടിത്തെറിക്കുന്നതിനേക്കാളും പകരം അർജുൻ പൊട്ടിത്തെറിക്കുന്നത്. അമ്മ അടുക്കളയിൽ പോയപ്പോൾ മാത്രം ഇതെങ്ങനെ സംഭവിച്ചു? അർജുന്റെ കലിപ്പ് ഒറ്റ ഫ്രെയിം ഒരു സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. കുക്കറിലുണ്ടായിരുന്ന കടല എവിടെ പോയി? എവിടെ പോയി? കടലെ വിശന്നപ്പെടുത്ത് കഴിച്ച്. എനിക്കറിയണം, കടലില്ലാതെയാണ് ഇവിടെ കുക്കർ വെച്ചത്. കലിപ്പൻ അർജുൻ കലി ഉള്ളിട്ട് കണ്ണ് രണ്ടും പുറത്തേക്ക് വന്നു. ഇതെന്റെ അമ്മയുടെ ജീവന്റെ പ്രശ്നമാണ്. ഇന്നൊരു LIC എടുക്ക്. ആ അമ്മയാ നീ ഇന്ന് കൊല്ലാൻ ശ്രമിച്ചത്. മൃതാവിലേക്ക് എന്ത് തേങ്ങ അവിടെ ഇരിക്കും. ഈ കുപ്പി വേണോ? ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കുക്കർ പൊട്ടിത്തെറിച്ചാലും പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ എല്ലാരും എന്റെ നെഞ്ചത്തേക്കാ. ഞാൻ എന്ത് ചെയ്തിട്ടാ? നിന്റെ ശിക്ഷ ഞാൻ നടപ്പാക്കും. ശിക്ഷ നടപ്പാക്കാൻ നീ ആരുടെ ജഡ്ജാ? എടാ കഴുത്തിൽ പിടിച്ചോണ്ട് പോകാൻ അമ്മക്ക് എന്താ കോഴിയാ? അർജുൻ മോനെ, വേണ്ട മോനെ. ഉപദേശമൊന്നും പറയണ്ട, ഞാൻ അനുസരിക്കില്ല. എടാ ഇവൻ എന്താ ശ്വാസം മുട്ടുണ്ടോ? ഇതെന്ത് എക്സ്പ്രഷൻ അർജുന്? എന്റെ പൊന്നമൃതേ, നിന്റെ രണ്ടും ഉണ്ടക്കണ്ണില്ലേ? ഒന്ന് വാടകയ്ക്ക് തരോ? ആ ബീഹാറിലോ അവിടെ രണ്ടും കൊടും വരൾച്ച നീട്ടി ഇത് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരൾച്ച മാറും. ഈ ചീത്ത കേട്ട വിഷമൊക്കെ അമൃത കൺവേർട്ട് ചെയ്യും. അതായത് കരച്ചിലിൽ നിന്ന് പെയിൻ കൺവേർട്ട് ചെയ്തിട്ട് പടം വരയ്ക്കാൻ തുടങ്ങും. ലാസ്റ്റ് നമ്മുടെ ഉമ്മർലാദേവി അടുക്കളയിൽ പോകുന്നു, കുക്കറിന്റെ വിസിൽ കണ്ടുപിടിക്കുന്നു, അന്വേഷിക്കുന്നു, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, കണ്ടുപിടിക്കുന്നു വർഷയാണ് ഇത് നടത്തിയതെന്ന്. ഇത് കണ്ടുപിടിച്ച ശേഷം വർഷനെ വീട്ടിൽ നിന്ന് ഇറക്കിടും. രാമസ്വാമിയാണേ. അപ്പൊ വർഷയുടെ രക്ഷകനായിട്ട് സാമ്യം കയറിയിട്ടുണ്ട്. ഇപ്പൊ യാത്ര നന്നല്ല. സാമ്യം അറിയും വർഷനെ ഇറക്കി വിടരുത്, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മറക്കണം എന്ന് പറയും. എന്തിനാണെന്ന് പറയേ. അതേ പോണവേ. ഇന്നു മുതൽ ഞാൻ ഗസ്റ്റ് റൂമിൽ കിടക്കുന്നത്. അമൃത പറയും അരുത്, പോവരുത്, പുറത്ത് കിടക്കരുത്. അർജുൻ ഞാൻ പുറത്തല്ല കിടക്കണം, ഞാൻ ഗസ്റ്റ് റൂമിലാ. എടേ അവിടെ എന്തടേ കിടക്കേം തലോണിയൊന്നും ഇല്ല, നീ എന്തിനാ ഇവിടെ നിർത്തുകൊണ്ട് പോണേ? അർജുനോട് ഞാൻ സംസാരിക്കാം. എന്തൊക്കെ വെറൈറ്റി പൊട്ടാണല്ലോ ഇവര് തുടർന്നത്. ആദ്യം നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് അമൃതയും നിങ്ങളുടെ മരുമകൾ വർഷയുമാണ്. അർജുൻ നല്ല ബെസ്റ്റ് മോനാ. ഇവർക്ക് രണ്ടുപേർക്കും ശിക്ഷ കൊടുക്കാൻ പോവാണ്. അമൃതയ്ക്കും വർഷയ്ക്കും ശിക്ഷ കൊടുക്കാൻ പോവാണ്. എന്താണ് ശിക്ഷ? ശിക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറെടുത്തിട്ട് അമൃതയുടെയും വർഷയുടെയും കൈ കൂട്ടി കെട്ടിയിട്ട് വീട്ടിലെ പണി മൊത്തം എടുക്കണം. ഇത് എപ്പോഴെങ്കിലും അഴിച്ചു മാറ്റിയാൽ ശിക്ഷ ഇതിലും വലുതായിരിക്കും. ഇതിനും വലുത്. അപ്പൊ കാല് കെട്ടിയിട്ട് പണിയെടുക്കാനായിരിക്കും.